രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. അനന്തരം ശ്രീരാമൻ തന്നെ ഹനുമാന് തത്വോപദേശം ചെയ്തു. ആഞ്ജനേയ, ശ്രദ്ധിച്ചു കേൾക്കൂ. ഞാൻ നിനക്ക് ആത്മാവ്, അനാത്മാവ്, പരമാത്മാവ് ഇവയുടെ ലക്ഷണം പറഞ്ഞു തരാം. ആകാശത്തിൻ്റെ ഉപമയിലൂടെയാവുമ്പോൾ അത് കൂടുതൽ സ്പഷ്ടമാവും. ആകാശത്തിന് 3 വിധ ഭേദങ്ങൾ തോന്നപ്പെടുന്നുണ്ട്. എങ്ങും നിറഞ്ഞ ഒഴിവാണ് മഹാകാശം. ഒരു കുളം കുഴിച്ച് അതിൽ വെള്ളമുണ്ടാകുന്നതിന് മുമ്പ് ആ കുളത്തിൽ പരിച്ഛിന്നമായി തോന്നപ്പെടുന്ന ആകാശത്തെ ജലാശയാകാശമെന്ന് പറയുന്നു. വെള്ളം നിറഞ്ഞ കുളത്തിലെ ആകാശത്തിൻ്റെ പ്രതിബിംബത്തെ പ്രതിഭാസാകാശമെന്നും പറഞ്ഞു വരുന്നു. ഒരേ ആകാശം കുളത്തിലെ ആകാശമായും വെള്ളത്തിൽ പ്രതിബിംബിക്കുന്ന ആകാശമായും തോന്നപ്പെടുക മാത്രമാണ്. ഇതുപോലെ എങ്ങും നിറഞ്ഞ പരമാത്മതത്വം ഒന്ന്. അതിനെ ബ്രഹ്മം എന്ന് പറയുന്നു. ബ്രഹ്മത്തിൽ അവിദ്യ കൊണ്ട് ബുദ്ധി വികസിക്കുന്നു. ബുദ്ധിയുടെ ഉള്ളിൽ പരിച്ഛിന്നമായി തോന്നപ്പെടുന്ന പരമാത്മതത്വത്തെ ആത്മാവ് എന്ന് പറയുന്നു. ആത്മാവ് ബുദ്ധിയിലെ വൃത്തികളിൽ പ്രതിബിംബിക്കുമ്പോൾ ആ പ്രതിബിംബത്തെ ജീവനെന്നും പറയുന്നു. ജീവൻ്റെ സങ്കല്പങ്ങളാണ് ജഗത്തായി തോന്നപ്പെടുന്നത്. അവിദ്യ എന്നാൽ ആത്മവിസ്മൃതിയാണ്. ആത്മാവിൽ ആത്മവിസ്മൃതി നിൽക്കില്ല. അതിനാൽ അവിദ്യ സത്യമല്ല. ആ സ്ഥിതിക്ക് അവിദ്യാകൽപിതമായ ബുദ്ധിക്കും സത്യത്വമില്ല. ബുദ്ധിക്ക് സാക്ഷിയായ ആത്മാവും ബുദ്ധിയിലെ ആത്മപ്രതിബിംബമാകുന്ന ജീവനും ഒന്നാണ് എന്ന് തത്വമസി മഹാവാക്യത്തിലൂടെ ഗുരു ഉപദേശിക്കുമ്പോൾ ആത്മവിസ്മൃതിയാകുന്ന അവിദ്യയും അവിദ്യയിൽ നിന്നുണ്ടായ ബുദ്ധിയും ബുദ്ധിയിലെ ആത്മപ്രതിബിംബമാകുന്ന ജീവനും ജീവൻ്റെ സങ്കല്പമായ ജഗത്തും ഇല്ലാതായിത്തീർന്ന് എപ്പോഴും ഉള്ളതും എങ്ങും നിറഞ്ഞതുമായ പരമാത്മതത്വം മാത്രം ശേഷിക്കുന്നു. സർവത്ര നിറഞ്ഞ പരമാത്മാവിനെ മഹാകാശത്തോടും ബുദ്ധിയിലൂടെ പരിച്ഛിന്നമായി തോന്നപ്പെടുന്ന ആത്മാവിനെ ജലാശയാകാശത്തോടും ബുദ്ധിയിലെ ആത്മപ്രതിബിംബമാകുന്ന ജീവനെ ജലത്തിൽ പ്രതിബിംബിക്കുന്ന ആകാശത്തോടും ഉപമിക്കാം. എങ്ങും നിറഞ്ഞ ബ്രഹ്മം പരമാത്മാവ് ബുദ്ധിയാകുന്ന ഉപാധിയിൽ കൂടെ പ്രകടമായി തീരുന്നത് ആത്മാവ്. ബുദ്ധിയും ബുദ്ധിയിലെ ആത്മപ്രതിബിംബമാകുന്ന ജീവനും ജീവൻ്റെ സങ്കല്പമായ ജഗത്തും അനാത്മാവ്. ഇങ്ങനെ പരമാത്മാവിനെയും ആത്മാവിനെയും അനാത്മാവിനെയും ഭക്തിയാൽ നിർമ്മലമായി തീർന്ന ബുദ്ധി കൊണ്ട് വിചാരം ചെയ്തറിയുന്നവൻ പരമാത്മാവായ എന്നോട് ഏകീഭവിച്ച് മുക്തനായിത്തീരുന്നു. എന്നിൽ ഭക്തിയില്ലാത്തവർ എത്രയൊക്കെ ശാസ്ത്രങ്ങൾ പഠിച്ചാലും 100 കണക്കിന് ജന്മങ്ങളെക്കൊണ്ട് പോലും അവർക്ക് ജ്ഞാനമോ മോക്ഷപ്രാപ്തിയോ ഉണ്ടാവില്ല. പാപരഹിതനായ മാരുതേ, ഇപ്രകാരം അതിരഹസ്യമായ രാമഹൃദയത്തെ, എൻ്റെ വാസ്തവതത്വത്തെ ഞാൻ തന്നെ നേരിട്ട് നിനക്ക് ഉപദേശിച്ചു തന്നു. ഇന്ദ്രപദവിയോ അതിനേക്കാൾ വലിയ സമ്പത്തോ തരാമെന്ന് പറഞ്ഞാൽ പോലും ഭക്തിയില്ലാത്തവരും ദുഷ്ടന്മാരുമായവർക്ക് ഇത് ഉപദേശിച്ചു കൊടുക്കരുത്.